ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമ്മൾ കുറേ നാളായത് പണ്ട് നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്താണ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ദിവസം എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. അതും ഫ്ലാറ്റിൽ വെച്ചിട്ടുള്ള ഒരു ദിവസമാണ് കാണിക്കുന്നത്. ഇത് നോർമൽ എൻ്റെ ഒരു വർക്കിംഗ് ഡേ ആണ്. ഞാൻ വർക്ക് ഫ്രം ഹോം ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ദിവസമാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ 6:45. അപ്പം ഞാൻ ഓരോ ദിവസം ഓരോ സമയത്താണ് എണീക്കാറ്, അലാറം വെച്ചിട്ട്. അപ്പം മൺഡേ ഒക്കെ ആണെങ്കിൽ ഞാൻ 5:45 എണീക്കാറുണ്ട്. ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ ഇതൂടൊക്കെ കണക്ക് കൂട്ടി ആ സമയത്താണ് നേരത്തെ എണീക്കാറ്. പിന്നെ ചില ദിവസം വർക്കിന് നേരത്തെ കയറി നേരത്തെ തീർത്ത് ഇറങ്ങാറുണ്ട്. അതിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു സമയത്താണ് എണീക്കുന്നത്. അപ്പോൾ ഇന്ന് 6:45 ആയപ്പം ഞാൻ എണീറ്റു. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ എണീറ്റു. അപ്പോൾ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കാനൊക്കെയാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഉണ്ടാക്കുന്നില്ല. നമ്മളിന്ന് രാവിലത്തേത് മേടിക്കുവാണ്. അപ്പോൾ രാവിലത്തേക്ക് ഞാൻ വിചാരിച്ചത് ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ മസാല ദോശ പോലെ വല്ലതും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നമ്മളിന്ന് രാവിലത്തേക്കൊന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വല്ലപ്പോഴൊക്കെ നമ്മൾ വാങ്ങിക്കും രാവിലത്തെ, അല്ലെങ്കിൽ കൂടുതലും വൈകിട്ടത്തെ ഫുഡാണ് നമ്മൾ വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ അപ്പം ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് നോക്കാം അവിടെ എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് പോയി വാങ്ങിച്ചുകൊണ്ട് വരാം കടയിൽ നിന്ന്. അപ്പോൾ ഞങ്ങളിപ്പോൾ എറണാകുളത്തെ ഫ്ലാറ്റിലാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ഡേ ആണ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. പിന്നെ അപ്പോൾ ഉച്ചയ്ക്കത്തെ നമുക്കിനി ഫുഡ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ രാവിലെ നമ്മൾ ഉണ്ടാക്കുന്ന കൂടില്ല. ആ സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു വർക്കിനും കുറച്ച് നേരത്തെ കയറാമെന്ന്. അപ്പോൾ നമുക്ക് വർക്കിന് കയറാനുള്ള പരിപാടിയും കൂടെ നോക്കാം. പക്ഷേ ഇന്നലെ രാത്രി നമ്മൾ ഒരു തേങ്ങ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചിരകി വെക്കണം. അപ്പോൾ ആ ഒരു പരിപാടിയുണ്ട്. നമ്മൾ ചമ്മന്തിയൊക്കെ അരയ്ക്കാനായിട്ട് ചോറിൻ്റെ കൂടെ വേറൊരു കൂട്ടാനില്ലെങ്കിലും ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ ചമ്മന്തി അരയ്ക്കലും ഒക്കെ ഉള്ളത് കൊണ്ട് തേങ്ങ വേണം. അപ്പോൾ അതിന് വേണ്ടി തേങ്ങ നമ്മളൊന്ന് തിരുമ്മി വെക്കണം. അതാണ് രാവിലെ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആ പരിപാടിയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണി. രാവിലെ നല്ല മഞ്ഞുണ്ട്. അപ്പുറത്ത് പുതിയതായിട്ടൊരു ഫ്ലാറ്റ് പണിഞ്ഞുകൊണ്ടുകൂടിയിരിക്കുകയാണ്. അതാണ് പണി നടക്കുന്നിടവേ. ഇത് നമ്മുടെ പിള്ളേരുടെയൊക്കെ ഇതാണ്, അംഗനവാടിയാണ് ഈ കാണുന്നത് കേട്ടോ. രാവിലെ ആകുമ്പോഴത്തേക്ക് ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് പിള്ളേരുടെ ഭയങ്കര ബഹളവും കളിയും ഒക്കെ കാണാം ഇവിടെ. അപ്പം നമ്മുടെ അടുക്കളയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് 1 BHK ആണ്. എന്നാലും ഞങ്ങൾക്കിത് ഓക്കെയാണ്. വളരെ സൗകര്യമുള്ളതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നാറ്. പിന്നെ എന്താ പറയുക, ഞാനൊരു ഹോം ടൂർ പോലെ നിങ്ങളെ കാണിക്കാം വേറൊരു വീഡിയോ ആയിട്ട്. വരും ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഞാനത് ഇടാം. ഓക്കെ. രാവിലെ വർക്കിന് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ നിന്ന് ചെയർ കൊണ്ടുവന്നതാണ് കേട്ടോ. ഇവിടെ ഒരു 3-4 മാസത്തോളം ഞാൻ മറ്റേ ചെയറാണ് ഉപയോഗിച്ചത്. ഇത് കമ്പ്യൂട്ടർ ചെയറാണ്. കഴിഞ്ഞ ദിവസമാണ് വീട്ടിൽ പോയപ്പോൾ എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ ഇതിലിരുന്ന് വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ കംഫർട്ടബിളായിട്ടിരുന്ന് വർക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കസാരയായിട്ട് വന്നത് കേട്ടോ.
അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അപ്പവും പിന്നെ എഗ്ഗ് സ്റ്റൂവും വെജ് കറിയാണ് നമ്മൾ മേടിച്ചത്. വെജ് സ്റ്റൂ ആണ് കേട്ടോ, രണ്ടും സ്റ്റൂ ആണ്. അപ്പം അപ്പവും പിന്നെ ഓരോ പൂരി വെച്ചിട്ട് നമ്മൾ മേടിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുള്ള പാത്രം കഴുകാണ് കേട്ടോ. പിന്നെ അപ്പം ഞാൻ വർക്കിന് നേരത്തെ കയറിയാലും ഇടയ്ക്ക് ഇതുപോലെ രാവിലത്തെ ഉണ്ടാക്കാനായാലും രാവിലത്തെ പാത്രം കഴുകി വെക്കാനാണെങ്കിലും എനിക്ക് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങനെ കഴുകുന്നത് ഇഷ്ടമല്ല. ഓരോ നേരത്തെയും കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാം കഴുകി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രാവിലത്തെ ഇതുപോലെ കഴിച്ച ശേഷം കഴുകി വെക്കും. പിന്നെ ഉച്ചക്കത്തേത് ഉണ്ടാക്കാൻ ഒരു 10:30-11 മണി ആകുമ്പോഴത്തേക്ക് വർക്കിൻ്റെ ഇടയിൽ നിന്ന് വീണ്ടും ബ്രേക്ക് എടുത്ത് ഇറങ്ങും, എന്നിട്ടാണ് ഉണ്ടാക്കാറ്. അപ്പോൾ രാവിലത്തെ പാത്രമൊക്കെ കഴുകിയിട്ട് വീണ്ടും ഞാൻ വർക്കിന് കയറും. അപ്പോൾ പാത്രം കഴുകുമൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും വർക്കിന് കയറാൻ പോവാണ്. ആ സമയത്ത് ഹസ്ബൻഡ് ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയാകുവാണ്. അപ്പോൾ ഉച്ചക്കത്തേക്ക് നമ്മൾ ചോറിൻ്റെ കൂടെ ചമ്മന്തി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തേങ്ങ തിരുമ്മി വെക്കാമെന്ന് വെച്ചു. അപ്പോൾ അതാ ചെയ്യുന്നത്. അപ്പോൾ തേങ്ങ നമ്മൾ ഇത്രയും ചിരകി വെച്ചു. അപ്പോൾ ഇത് ഞങ്ങൾ സാധാരണ വാങ്ങിച്ചിട്ട് ഒരുമിച്ച് അങ്ങ് തിരുമ്മി വെക്കും, ഫ്രീസറിൽ വെക്കും. അപ്പം നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് ഓരോ തവണയായിട്ട് എടുക്കാൻ പ്രത്യേകം തിരുമ്മണ്ട നേരം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒന്നെങ്കിൽ 2 തേങ്ങ മേടിച്ച് വെക്കും. പിന്നെ നമ്മൾ ബിഗ് ബാസ്ക്കറ്റിൽ നിന്ന് 2 സാധനം ഓർഡർ ചെയ്തായിരുന്നു വീട്ടിലേക്ക് ആവശ്യമുള്ള. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് താഴെ പോയതാണ്. അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടി നോക്കാൻ പോവാണ്. അപ്പം ചോറ് ഓൾറെഡി നമ്മൾ വെച്ചിരുന്നു. അപ്പം അതിന് വേണ്ടിയുള്ള കൂട്ടാനാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇത് നമ്മൾ തലേദിവസം ഇട്ട് വെച്ച വൻപയറാണ്. അപ്പം ഇത് തോരൻ വെക്കാമെന്ന് വെച്ചു. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇനി അടുത്ത പരിപാടി. അപ്പം നമ്മൾ എന്തായാലും ഈ ഒരു റെസിപ്പി, അതായത് വൻപയർ തോരൻ്റെ വീഡിയോ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി. അത് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കാണിക്കുന്നില്ല. കുറച്ച് പ്ലാസ്റ്റിക് കവറും കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മളൊന്ന് വെക്കുവാണ്. നമുക്ക് വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണി നമുക്ക് നനയ്ക്കാനുണ്ട്. അപ്പോൾ വാഷിംഗ് മെഷീനിൽ നമ്മൾ തുണി ഇട്ട് കൊടുക്കുക.
ഇവിടെ നമ്മുടെ ആവി വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. വേവിക്കാനായിട്ട് വെച്ചു നമ്മുടെ വൻപയർ. അപ്പം ആവി വന്നിട്ടുണ്ട്, നമുക്ക് ഇടാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ചമ്മന്തി അരയ്ക്കാനാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ തേങ്ങാപ്പീര എടുത്തു. ചമ്മന്തിക്ക് വേണ്ടിയിട്ട് മുളക് പൊടി ഉപ്പും ഒക്കെ ഇട്ട് കൊടുക്കുവാണ്. പിന്നെ അതിലേക്ക് നമ്മൾ കൊച്ചുള്ളി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് 2 കൊച്ചുള്ളി എടുത്ത് നമ്മൾ അരിയുക. അപ്പോൾ ദാ നമ്മുടെ ചമ്മന്തിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ആണ് നമ്മൾ ഇങ്ങനത്തെ ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് രണ്ടാമത് കഴുകുന്ന സമയത്ത് നമ്മൾ കുറച്ച് കംഫർട്ടോട് ഇട്ടിട്ടാണ് കഴുകുന്നത്. ഉച്ച വരെയുള്ള കുറേ വർക്കുകൾ ഞാനിപ്പോൾ തീർത്തു കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വരാറായിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ലഞ്ചിൻ്റെ എല്ലാം തയ്യാറാക്കി വെച്ചേക്കാണ്. ഇനിയും ചോറൊക്കെ ചൂടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് ബ്രേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു 1 hour കഴിഞ്ഞിട്ടാണ് പിന്നെ കയറുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ മഴക്കോളൊക്കെ ഉണ്ട്. ചോറൊന്ന് ചൂടാക്കാനായിട്ട് വെക്കുവാണ്. അപ്പോൾ ഇത് നമ്മുടെ വൻപയർ തോരൻ റെഡി ആയതാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോറൊന്ന് ചൂടാക്കാനായിട്ട് വെക്കും. അപ്പോൾ ഇന്നലെ വെച്ചതാണ്. ഞങ്ങൾ 2 ദിവസത്തേത് ഒരുമിച്ച് അങ്ങനെയാണ് വെക്കാറ് ചോറ് ഇവിടെ. അപ്പോൾ ചോറൊന്ന് ചൂടാവണം. നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടിരിപ്പുണ്ട്. ചമ്മന്തിയും അതേപോലെ ഇത് നമ്മുടെ ഇഞ്ചിക്കറിയാണ് കേട്ടോ. ഇഞ്ചിക്കറി വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ ഇഞ്ചിക്കറി ഉണ്ട്, പിന്നെ നമ്മുടെ ചമ്മന്തിപ്പൊടിയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കൂടെ നമ്മൾ വൻപയർ തോരനും വെച്ചു.
ഇനി ഇവിടെ 2 റൗണ്ട് നമ്മൾ നനച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് ഡ്രയറിലിട്ട് ഉണക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇത് സെമി ഓട്ടോമാറ്റിക് ആണ്, അതുകൊണ്ടാണ് ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് പിന്നീട് ചെയ്യേണ്ടി വരുന്നത്. നമ്മുടെ തോരനും ചെറുതായിട്ടൊന്ന് ചൂടാക്കുവാണേ. അപ്പോൾ ഉച്ചയ്ക്ക് ഓഫീസിൽ നിന്ന് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ വിളമ്പി വെക്കും ചോറും കൂട്ടാനും ഒക്കെ. അപ്പോൾ അതൊക്കെയാണ് ചെയ്യുന്നത്. 12:30 ആ സമയത്താണ് ഞങ്ങൾ കഴിക്കുന്നത്. ഇത് നമ്മുടെ ഇഞ്ചിക്കറിയാണ്. ഇഞ്ചിക്കറിയും പിന്നെ വൻപയർ തോരനും പിന്നെ ഏത്തയ്ക്കപ്പേര് ഭയങ്കര ഇഷ്ടമാണ് ചോറിൻ്റെ കൂടെ, അതുമാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ചൊക്കെ കഴിഞ്ഞ് ഒരു 1 അവർ ബ്രേക്കൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ വീണ്ടും വർക്കിനിരിക്കും. അപ്പോൾ വീണ്ടും ഞാനിനി ഒരു 4-4.5 മണിക്കൂർ പിന്നെ വർക്കുണ്ട്. അപ്പോൾ സമയം ഇപ്പോൾ 5 മണിയാവുന്നു. അപ്പോൾ നമ്മുടെ വർക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ തീർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ വിചാരിച്ചു ഒരു നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കാമെന്ന്. അപ്പം നമ്മളിത് ഇവിടെ നൂഡിൽസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മൾ ടോപ്പ് രമൻ്റെ കറി നൂഡിൽസാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ വൈകിട്ടത്തേക്ക് നമ്മുടെ നൂഡിൽസും റെഡിയായി. പിന്നെ ഇത് ഏത്തയ്ക്ക ഉപ്പേരിയാണ് കേട്ടോ. ഇത് മധുരമുള്ള ഉപ്പേരിയാണ്.
സ്വീറ്റ് ബനാന ചിപ്സാണിത്. അപ്പോൾ അതിൻ്റെ കൂടെ നൂഡിൽസും കൂടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയത്തെ പരിപാടി എന്ന് പറയുന്നത് വൈകിട്ട് ഒരു 6-6:30 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ജിമ്മിൽ പോകും രണ്ടുപേരും. അപ്പോൾ ജിമ്മിലേക്ക് പോവാണ്. ചില ദിവസമൊന്നും പോകാൻ പറ്റാറില്ല. ഇന്ന് എന്തായാലും സമയമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രാത്രിയിലത്തേക്കും ദോശ ഉണ്ടാക്കാനാണ്. അപ്പോൾ ദോശമാവ് ഓൾറെഡി ഇരിപ്പുണ്ട്. ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് സമയമൊക്കെ എടുക്കുമല്ലോ. അപ്പം ചില ദിവസങ്ങളിൽ പോകാറില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ഫുഡിൻ്റെ കാര്യത്തിൽ ആ ഒരു ടെൻഷൻ ഇല്ലാഞ്ഞുകൊണ്ട് തന്നെ നമ്മളിന്ന് ജിമ്മിൽ പോകാമെന്ന് വെച്ചു. അപ്പം ഞങ്ങളിങ്ങനെ ബ്രിഡ്ജ് വഴിയാണ്, അപ്പുറത്തെ ബ്ലോക്കിലാണ് ജിമ്മ്. അപ്പോൾ അതുവഴിയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും ഞങ്ങൾക്ക് വരുമ്പോൾ ഇഷ്ടമുള്ള കാര്യമാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ. അത് നല്ല രസമാണ്. പ്രത്യേകിച്ച് നൈറ്റ് കുറേ ഫ്ലാറ്റുകളാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് ആ ഒരു രീതിയിൽ നമ്മൾ കാണുമ്പോൾ നല്ല രസമാണ്. തിരിച്ചു വരുമ്പോഴത്തേക്ക് ഏകദേശം സന്ധ്യയൊക്കെ ആവും. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരു വീഡിയോ അല്ലാതെ ഇട്ടേക്കാം. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കാൻ നല്ല രസമാണ്. ആകാശമൊക്കെ ആണെങ്കിലും താഴത്തോട്ടാണേലും ഒക്കെ നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ജിമ്മ്.
അപ്പോൾ നമ്മൾ ജിമ്മിലെ ചെറിയ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് ടെറസിൽ വന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ജിമ്മിൽ വരുമ്പോഴെല്ലാം ഇങ്ങോട്ടൂടെ ഒന്ന് വന്ന് നിന്നിട്ടൊക്കെ പോകത്തുള്ളൂ. അപ്പം എല്ലായിടത്തും ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമാണ് കാണാനായിട്ട്. ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടിലും നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് ആ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ജിമ്മിൽ നിന്ന് വന്ന ശേഷം നമ്മൾ രാത്രിയിലത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പം മസാല ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ദോശമാവ് ഇരിപ്പുണ്ട്. അപ്പോൾ കറി ഉണ്ടാക്കുന്നതിലും നല്ലത് മസാല ദോശ പോലെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ അത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇന്ന് ചോപ്പറിൽ ഇടാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ അത് കട്ട് ചെയ്യുന്നത്. കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുവാണ്. എന്ന് വെച്ചാൽ കൂടുതൽ ചെറുതല്ല. ചോപ്പറിലാകുമ്പോൾ ബ്ലേഡിന് ഇടയ്ക്ക് ചിലപ്പോൾ കയറി സ്റ്റക്ക് ആവാനായിട്ടുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് കുറച്ചൊന്ന് അരിഞ്ഞിടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ചോപ്പറിലിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് ഞാൻ മുമ്പേ കാണിക്കാൻ വിട്ടുപോയതാണ്. ടേബിൾ ടെന്നീസ് കോർട്ടാണിത്. അപ്പോൾ ഇത് നമ്മുടെ മസാല ദോശയുടെ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ദോശ ചൂടണം. അതിനകത്ത് ഫില്ലിംഗ് വെച്ച് നമുക്ക് മസാല ദോശ ആക്കി എടുക്കാം.
അപ്പോൾ മസാല ദോശയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് അങ്ങനെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ കഴിക്കാനായിട്ട് വന്നു. ഞങ്ങളിവിടെ നേരത്തെ കിടക്കാറുണ്ട്, 9:30 അല്ലെ 9 മണി കഴിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് തന്നെ നേരത്തെ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പം നേരത്തെ കഴിച്ച് കഴിഞ്ഞാണ് ഞങ്ങൾ പിന്നെ വീട്ടിലൊക്കെ വിളിക്കും. അപ്പം വീട്ടിൽ വിളിച്ച് പിന്നെ ഞങ്ങൾ നേരെ കിടക്കുവാണ്. അപ്പോൾ ഈ ഡിന്നറും കൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് ഇനി കാണാം. ബൈ.